കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു സിസ്റ്റർ എന്നെ വിളിച്ചു, ഒരു ചേച്ചി എന്നെ വിളിച്ചു. അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് 34 വയസ്സോളം ആയിട്ടുണ്ട്, എനിക്കും ഇതേ അസുഖം തന്നെയാണ്. പക്ഷെ ഞാൻ ഈ രേണുവിനെ കണ്ട് അത്ഭുതപ്പെട്ടു പോയി എന്നാ പറയുന്നത്. അവർക്ക് എന്ത് മരുന്നാണ് ഡോക്ടർ ഇങ്ങനെ എനർജിക്കായി കൊടുക്കുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. കാരണം വേദന സഹിക്കാൻ വഴിയാതെ ആകെ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. അതിനിടയിൽ രേണുവിന് ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഞാൻ എന്തായാലും ആ ശബ്ദ സന്ദേശം കേൾപ്പിച്ചു തരാം. അവരുടെ ഡീറ്റെയിൽസ് പുറത്തുവിടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇതുവഴി ശബ്ദം കേൾപ്പിക്കാം. എനിക്ക് വയസ്സ് 34 വയസ്സായി. എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണ്. എനിക്ക് പിന്നെ മൂന്നാമത്തെ സ്റ്റേജ് ഗ്രേഡ് 3C ആണ് എനിക്ക്. അതായത് എനിക്ക് എങ്ങോട്ടും സ്പ്രെഡ് ആയിട്ടില്ല. പിന്നെ ബ്രസ്റ്റിന്റെ ഭാഗത്തും കൈക്കുഴിയിലെ രക്തക്കുഴലുകളിലും എനിക്ക് 16 മുഴയാണ് സർജറി ചെയ്തെടുത്തത്. അതിൽ 13 എണ്ണവും ക്യാൻസറിന്റെ മുഴയായിരുന്നു. ബ്രസ്റ്റ് റിമൂവ് ചെയ്തു. പിന്നെ ഈ ഒരു രോഗത്തിന് ഈ അസുഖം വന്ന ഭാഗം എടുത്ത് റിമൂവ് ചെയ്ത് കളയിൽ മാത്രമേ ഉള്ളൂ. ബ്രസ്റ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഭാഗം റിമൂവ് ചെയ്ത് കളയിൽ മാത്രമേ ഉള്ളൂ മാർഗം. പിന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കീമോ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കീമോ. എനിക്ക് 8 സൈക്കിൾ കീമോയാണ് എനിക്ക് പറഞ്ഞത്. എന്റെ കീമോ കഴിഞ്ഞ മാസം 3-ാം തീയതി എന്റെ ലാസ്റ്റ് കീമോ കഴിഞ്ഞു. ജനുവരി ലാസ്റ്റ് തൊട്ടാണ് എനിക്ക് കീമോ തുടങ്ങിയത്. എനിക്ക് പറയുന്നതിൽ ഈ കിടപ്പ് വരുന്നുണ്ട്, അത് ഉണ്ടാവും, ശ്വാസമുട്ടലുണ്ടാവും. നമുക്ക് നിർത്താതെ സംസാരിക്കാനൊന്നും പറ്റത്തില്ല കുറച്ച് നാളത്തേക്ക്. ഒരു വർഷം വരെ നമുക്ക് ഈ കീമോയുടെ സൈഡ് എഫക്ട് നമ്മുടെ ശരീരത്തിന് പോകാൻ 1 വർഷത്തിന് മേലെ എടുക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ശ്വാസം എടുക്കാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത്. രേണുവിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അവർ പറഞ്ഞത് ഹൃദയത്തിന്റെ വാൾവിലേക്ക് പോലും ബാധിച്ചു എന്നാ പറയുന്നത്, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത്. ഞാൻ അവർക്ക് കൊടുത്തൊരു മറുപടി കൂടി കേൾക്കാം നിങ്ങൾ. അല്ലെങ്കിൽ രേണു ആ പിക്കലൈനൊക്കെ അങ്ങനെ തട്ടിക്കളിക്കുന്ന ഒരു സംഭവം കണ്ടില്ലേ? അത് തൊട്ടുമുമ്പ് അവർ പറഞ്ഞ വേദന സഹിക്കാൻ വയ്യ എന്നുള്ളതാണ്. അപ്പൊ അതിൽ തന്നെ ആളുകൾ മുഴുവനായിട്ട് നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിരന്തരം ഇത്തരം ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആളുകൾ അങ്ങനെ കോൺടാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓക്കെ, സത്യസന്ധമായ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളത്. ബാക്കി ഞാൻ ഫസ്റ്റ് കീമോ കഴിഞ്ഞ് വന്നതിന്റെ അന്ന് എനിക്കൊരു കുഴപ്പമില്ല, സാധാരണ നോർമൽ ആൾക്കാരെ പോലെ തന്നെയായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും എനിക്കില്ലായിരുന്നു. അപ്പൊ ഞാൻ സന്തോഷിച്ച്, എല്ലാരും പറയുന്ന പോലെയുള്ള ഒരു സംഭവം ഇല്ലല്ലോ എന്ന് വിചാരിച്ച് പിറ്റേന്ന് ഉച്ച കഴിഞ്ഞപ്പോ മുതൽ ഞാൻ ഈ ലോകത്തെങ്ങും അല്ല. ഈ MDMA ഒക്കെ അടിച്ച് ഓരോ ആമ്പിള്ളേർ കാണിക്കുന്ന ആ ഒരു രീതിയായിരുന്നു എനിക്ക്. നമ്മുടെ തലയ്ക്കാണ്, ബോഡിക്ക് നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല. ബോഡി പെയിൻ മാത്രമേ കാണുള്ളൂ. അതും എപ്പോഴില്ല, 1-2 ദിവസങ്ങളിലൊക്കെ 2 ദിവസം കൂടുമ്പോഴേക്കും നമുക്ക് ബോഡി പെയിൻ ഉണ്ടാവും. എനിക്ക് തലയ്ക്ക് പോലും ലെവൽ നമുക്ക് എഴുന്നേറ്റിരിക്കാൻ പറ്റത്തില്ല. നമ്മളില്ല കൊഞ്ചം നമ്മൾ വേവിക്കുമ്പോൾ എങ്ങനെയാണല്ലോ ചുരുണ്ടിട്ടിരിക്കൂലേ, അതുപോലെയാണ് നമ്മൾ കിടക്കുന്നത്. നമുക്ക് എഴുന്നേക്കാനോ തല പൊക്കാനോ ആരെടുത്തും സംസാരിക്കാനോ നമുക്ക് ഒച്ച കേൾക്കുന്ന ഇഷ്ടമല്ല, ഫാനിന്റെ ശബ്ദം കേൾക്കുന്നത് ഇഷ്ടമല്ല, വണ്ടിയിൽ പോകുന്നതിന്റെ ശബ്ദം കേൾക്കുന്നത് ഇഷ്ടമല്ല, വീട്ടിൽ ആരും വരുന്ന ഇഷ്ടമല്ല. സത്യം പറഞ്ഞാൽ വീട്ടിലുള്ളവരെ പോലും നമുക്ക് ഇഷ്ടം തോന്നൂല. നമുക്ക് എന്തോ ഒരു വല്ലാത്തൊരു ഇറിറ്റേഷൻ ആണ്. ആ ഒരു അവസ്ഥയാണ് കീമോ കഴിഞ്ഞ് വന്നാൽ. പിന്നെ രേണുവിന് 4th സ്റ്റേജ് ആണ് എന്ന് പറയുന്നു. രേണുവിന് ലെൻസിന്റെ ഭിത്തിയിൽ ബാധിച്ചെന്നോ ഹൃദയത്തിന്റെ ഭിത്തിയിൽ ബാധിച്ചെന്നോ അങ്ങനെയൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത് ഹൈ ഡോസ് കീമോയാണ് കൊടുക്കുന്നത്. അല്ലാതെ ഇതുപോലെയൊന്നും വന്നിരിക്കാൻ പറ്റിയ ഒരു, അതുപോലെയൊക്കെ കാണിക്കാൻ പറ്റിയ ഒരു ഇതില്ല. അതുപോലെ ഡോക്ടർ കീമോ കഴിയുമ്പോഴത്തേക്കും കീമോ തുടങ്ങുന്നതിന്റെ അന്ന് ഫസ്റ്റ് നമുക്ക് കുറെ കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞുതരും. എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ളത് പറഞ്ഞുതരും. എന്തൊക്കെ ഫുഡ് കഴിക്കണം അതൊക്കെ നമുക്ക് ഡോക്ടർ പറഞ്ഞുതരും. അപ്പൊ എന്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ബോട്ടിൽ വെള്ളം, അതായത് ബോട്ടിലിലെ പാനീയങ്ങൾ, ഫ്രൂട്ടി, പിന്നെ അങ്ങനെ കുറെ വെള്ളങ്ങളൊന്നും കുടിക്കരുത്. ഫാസ്റ്റ് ഫുഡ്, പിന്നെ ജങ്ക് ഫുഡ്, ഇതൊന്നും ഹോട്ടലിലെ ഫുഡേ കഴിക്കരുത്. വീട്ടിൽ തന്നെ എന്തെങ്കിലും നൈസ് ആയിട്ടുള്ള ആഹാരങ്ങൾ മാത്രമേ കഴിക്കാവൂ. കാരണം വോമിറ്റിങ്ങിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ടും നമുക്ക് കീമോ ചെയ്തതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ശരീരത്തുണ്ടാവും. അതുകൊണ്ട് പിന്നെ ഹെവി ഫുഡ് കഴിക്കരുത്, ഫാസ്റ്റ് ഫുഡ് കഴിക്കരുത്. കഴിയുന്നതും വീട്ടിൽ ഉണ്ടാക്കി മാത്രം അത് അപ്പപ്പോ നമുക്ക് കഴിക്കാൻ തോന്നുമ്പോൾ ചൂടോടെ വേണം നമുക്ക് കഴിക്കാം. പഴകിയ ആഹാരങ്ങൾ കഴിക്കരുത്. കീമോ ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പരമാവധി നമ്മൾ ആരും പോകാറില്ല. പോവുകയാണെങ്കിൽ തന്നെ മാസ്ക് വെച്ച് അവരുടെ വീടിന്റെ പുറത്തോ അല്ലെങ്കിൽ ജനാല വാതിൽ ആ വഴിയിലൊക്കെ നിൽക്കുള്ളൂ. പക്ഷെ രേണു എല്ലാവരും ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കുകയാണ്, വരൂ 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 എന്ന് പറഞ്ഞിട്ട്. അതൊന്നും കൂടാതെ തന്നെ കാറിലുള്ള യാത്രകൾ നിങ്ങൾ കണ്ടല്ലോ. ഞാൻ ഒരുപാട് കാര്യങ്ങൾ കാണുന്നു, ഉദ്ഘാടനത്തിന് പോകുന്നു, പിന്നെ ഇതിന്റെ ഇടയിൽ ഒരു പ്രൊമോഷൻ നിങ്ങൾ കണ്ടില്ലേ. ഡോക്ടേഴ്സ് എന്താ പറഞ്ഞത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നുള്ളതല്ലേ. കൊള്ളാം, എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് രേണു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി അതാണ് ബ്രോ, ഞാൻ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ തന്നെ അങ്ങ് അതിശയപ്പെട്ടു പോവാണ്. അപ്പൊ രേണുവിന് എന്തെങ്കിലും പ്രത്യേക മെഡിസിൻ, ഇങ്ങനെ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കാൻ എന്തെങ്കിലും പ്രത്യേക മെഡിസിൻ കൊടുക്കുന്നുണ്ടോ എന്ന് വരെ ഞാൻ സംശയിച്ചു പോയി. പാവങ്ങൾക്ക് മാത്രമാണോ ഇത്രയും അനുഭവിക്കേണ്ടി വരുന്നത്? കാശുള്ളവർക്ക് അപ്പം ഇത്രയും ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റുമോ? നമുക്കൊക്കെ കാശില്ലാതെ പോയതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും അനുഭവിക്കേണ്ടി വന്നത് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. പിന്നെ എനിക്കിത് രേണു ഇങ്ങനെ കാണിക്കുന്ന കാണുമ്പോൾ തന്നെ ഞാൻ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെ? കാരണം നമ്മൾ ക്യാൻസർ എന്ന ഡോക്ടർ നമ്മളടുത്ത് ഒരു ഡൗട്ട് പറയുമ്പോൾ തന്നെ നമ്മൾ ആകെ മൊത്തം അടിപടലം നമ്മൾ തകരും. പ്രത്യേകിച്ച് ഫാമിലി, അതായത് നമുക്ക് മക്കളും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമ്മൾ എന്താണ്, ഞാൻ ഏതൊക്കെ അവസ്ഥയിലൂടെയാണ് ആ സമയത്ത് ഡോക്ടറിന്റെ അടുത്ത് ഒരു സംശയം പറഞ്ഞ്, ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ആണോ എന്ന് അറിയില്ല, നമ്മൾ പേടിക്കുന്ന പോലെ ആണ് എങ്കിൽ ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ടി വരും. അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള മുഴയല്ല എങ്കിൽ 2 സർജറി, അതായത് ഈ ഫൈബ്രോയിഡിൻ്റെതാണെങ്കിൽ 2 സർജറി ചെയ്യേണ്ടി വരും. പക്ഷെ ഡോക്ടർക്ക് ഉറപ്പായിരുന്നു, തൊട്ട് നോക്കിയപ്പോഴേ ഡോക്ടർക്ക് ഉറപ്പായിരുന്നു ഇത് പിന്നെ ക്യാൻസറിന്റെ മുഴയാണ് എന്നുള്ളത് ഡോക്ടർക്ക് ഉറപ്പായിരുന്നു. പക്ഷെ ഞാൻ പേടിക്കാതിരിക്കാൻ വേണ്ടി എനിക്ക് ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ തന്നെ ഞാൻ വിറയിൽ തുടങ്ങി, ഡോക്ടർ എന്തായിരിക്കും പറയുന്നതെന്ന്. പിന്നെ ഹസ്ബൻഡ് തന്നൊരു ധൈര്യത്തിന്റെ പുറത്ത് ഞാൻ ഇരുന്നേ ഉള്ളൂ. ഞാൻ ഡോക്ടറിന് തന്നെ എന്നെ കണ്ടപ്പോൾ ആകെ ഒരു വിഷമമായിപ്പോയി.
കാരണം എന്റെ ഒരവസ്ഥ ഡോക്ടർ ഇങ്ങനെ ഡൗട്ട് പറഞ്ഞപ്പോഴേ ഞാൻ അങ്ങ് ആകെ തളർന്നു, വിയർത്തു, എന്റെ മുഖമൊക്കെ അങ്ങ് വല്ലാതെ ആയി. ഞാനെല്ലാം ഭൂമി പിളർന്ന് താഴോട്ട് പോകുന്ന പോലുള്ള ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. ഡോക്ടർ ഇങ്ങനെ ഡൗട്ട് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് എന്തായാലും വേഗം ടെസ്റ്റുകളൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയാം ഡോക്ടറിന് ഡൗട്ട് ഉണ്ട്, ഡോക്ടർ ഇത് ഉറപ്പിച്ചു കഴിഞ്ഞു എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് ഡോക്ടർ പേടിക്കേണ്ട, അങ്ങനെയൊന്നും ആയിരിക്കില്ല, ഞാൻ സംശയം പറഞ്ഞതാണ്, പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടും എന്തോ എനിക്ക് തിരിച്ചെനിക്ക് വീട്ടിൽ ഞാൻ എങ്ങനെ വന്നെന്നോ ഏത് വഴി വന്നെന്നോ ഒന്നും എനിക്കറിയില്ല. എനിക്ക് എന്റെ മക്കളെ കണ്ടപ്പോൾ തന്നെ എന്റെ എല്ലാ നിയന്ത്രണവും പോയി. എനിക്ക് പിന്നെ എന്റെ വീട്ടിൽ കയറാൻ പോലും, എനിക്ക് വീട്ടിനകത്തോട്ട് കയറാൻ പോലും എനിക്ക് തോന്നുന്നില്ലായിരുന്നു. എനിക്ക് എന്റെ മനസ്സിന്റെ തോന്നൽ എന്ന് പറഞ്ഞാൽ മക്കളെ കൊണ്ട് എങ്ങോട്ടെങ്കിലും പോയി മരിക്കാം, നാട് വിട്ടു പോവാം, ഇവിടെ എങ്ങും നിൽക്കണ്ട. എനിക്ക് എന്റെ ഫാമിലിയിൽ തന്നെ 1-2 പേര് ക്യാൻസർ പേഷ്യന്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഞാൻ സഹികെട്ട് മടുത്തത്. അപ്പൊ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, പടച്ചോനെ ഇനി ഈ ഒരു അസുഖം എനിക്ക് അറിയാവുന്നവർക്കോ ഞാൻ കാണുന്നവർക്കോ എന്റെ കുടുംബത്തിലോ ആർക്കും ഇങ്ങനെ ഒരു അസുഖം വരരുതേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. എന്നിട്ടും എനിക്ക് തന്നെ വന്നു പെട്ടു. 15-ാം വയസ്സിൽ രേണുസുതി അറിഞ്ഞു എന്നാ പറയുന്നത്. ഇത്ര വലിയ നുണയാണല്ലേ. അതിനുശേഷം 30 വയസ്സ് കഴിഞ്ഞ ആളുകളൊക്കെ ഇത് ചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് രേണു തന്നെ മൊമോഗ്രാമിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഇന്റർവ്യൂവിന്റെ ഇടയിൽ പറഞ്ഞ കാര്യങ്ങളാണെന്നുള്ളതാണ്. അതായത് 30 വയസ്സിൽ കണ്ടെത്തിയതാണെങ്കിൽ ഇപ്പോൾ എത്ര 34 വയസ്സായിട്ടുള്ളേ. എന്തിനെങ്ങനെ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രേണു? നിങ്ങൾ ഈ ഒരു അസുഖം വെച്ച് വീണ്ടും വീണ്ടും റീച്ചിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അങ്ങനെ ഒരു ഇത് ഇല്ല, അത് വേറെ കാര്യം. എന്നാലും പറയാ, ഇവരൊക്കെ പറഞ്ഞു കേട്ടില്ലേ, മരിച്ചാലോ എന്ന് പോലും തോന്നിപ്പോയി എന്നാ പറയുന്നത്. പിന്നെ ഫസ്റ്റ് ഒരു ചെറിയ ബയോപ്സിക്ക് എഴുതി തന്നു. അത് പിന്നെ ഞാൻ ഒരു പ്രൈവറ്റ് ലാബിൽ കൊണ്ടുപോയി അത് ടെസ്റ്റ് ചെയ്തപ്പോൾ FNAC കൂടെ സജസ്റ്റ് ചെയ്തു. അത് മെഡിക്കൽ കോളേജിൽ പുറത്ത് ചെയ്യുമെങ്കിൽ 10,000 രൂപയ്ക്ക് മേലെ ആവും എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു പറ്റൂല ഡോക്ടർ, ഒരു നിവർത്തിയില്ല, മെഡിക്കൽ കോളേജിലേക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ മെഡിക്കൽ കോളേജിലേക്ക് സർജന് വേണ്ടിയിട്ട് തന്നു. അവിടെ പോയി FNAC എടുത്ത് ടെസ്റ്റിന് അയച്ചു. റിസൾട്ട് ഒരാഴ്ചക്കകം പുറത്തെ ലാബിൽ കൊടുക്കണമെന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജ് പത്തോളജിയിൽ കൊടുക്കുന്നെങ്കിൽ 1 മാസം എന്തായാലും റിസൾട്ട് വരായിരിക്കും. നമുക്ക് അത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്റെ ബ്രസ്റ്റിലുള്ള ട്യൂമർ എന്ന് പറഞ്ഞാൽ വലിയ ട്യൂമർ ആയിപ്പോയി. പിന്നെ കുറെ ഒത്തിരി മുഴകൾ പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന നിമിഷങ്ങൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം ഒന്നും മൈൻഡ് ചെയ്തില്ല. ഞാൻ 1 വർഷം മുന്നേ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ ഞാനത് വലിയ മൈൻഡ് കൊടുക്കാതെ വെച്ചുകൊണ്ടിരുന്നത് എന്നോട് പേടിയായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഞാൻ ഭയങ്കര വെച്ചു. പിന്നെ വേദനയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലോട്ട് ശ്രദ്ധ പോയില്ല. അങ്ങനെ അവിടെ പോയി മെഡിക്കൽ കോളേജിൽ പോയി ബയോപ്സി ഒരാഴ്ചയായപ്പോൾ റിസൾട്ട് വന്നു. റിസൾട്ട് ഞാൻ പോയി വാങ്ങിച്ചത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് മനസ്സിലായി. അപ്പോ എന്റെ വീട്ടിലുണ്ടായ സംഭവങ്ങൾ ബ്രോ പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ വീട്ടിലെ ഞാൻ ഓർമ്മയില്ലാതെ ഓർമ്മയിട്ട് വീണ റിസൾട്ട് ഞാൻ കണ്ടിട്ട് പിന്നെ ഞാൻ അങ്ങനെ വീണപ്പോഴത്തേക്ക് എന്റെ അമ്മച്ചി എല്ലാവരും ഭയങ്കര വിളിയായിരുന്നു. അയൽവക്കത്തുള്ള എല്ലാവരും ഓടിക്കൂടി. കാരണം നമ്മൾ അങ്ങനെ ആയി പോകും ഈ അസുഖം എന്ന് കേൾക്കുമ്പോൾ. നമുക്കറിയാം ക്യാൻസർ ആണ്, ഇപ്പം ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട്, എങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ ഒന്ന് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഞാൻ മരിച്ചു പോകും എന്നുള്ളൊരു ചിന്തയിൽ നമുക്ക് വന്നു. പിന്നെ നമുക്കൊന്നിനും തോന്നില്ല. ദയവ് ചെയ്ത് എല്ലാവരും മൊമോഗ്രാം ചെയ്യണം കേട്ടോ. ഇതൊരു ചെറിയൊരു സംഭവം ആണെങ്കിൽ പോലും തുടക്കത്തിൽ കണ്ടെത്തിയില്ലെങ്കിൽ പ്രശ്നമാണെന്നുള്ളതാണ്. ഇപ്പൊ രേണു 15 വർഷമായിട്ട് കൊണ്ടുവരുന്ന ആളാണ്. അവർക്ക് വലിയ സന്തോഷമാണ്. അത് വിറ്റിട്ടാണല്ലോ പോലും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ വീട്ടിലൊരു വീട്ടമ്മ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, തന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിക്ക് ഇതിങ്ങനെ വെറുതെ ചർച്ച ചെയ്യുന്ന സമയത്ത് ആ പെൺകുട്ടിക്ക് ഒരു ഡൗട്ട് ആയിട്ട് അവരോട് പറഞ്ഞു. അവരത് പോയി ചെക്ക് ചെയ്തപ്പോൾ ഒരു മുഴ. അത് കൊണ്ടുപോയി ഒരാഴ്ച 2 ആഴ്ചയുടെ അത് റിമൂവ് ചെയ്തു. അതാണ്, നിങ്ങൾ ചെറിയ ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചോണ്ടിരിക്കരുത്. രേണുവിനെ പോലെ അല്ല നമ്മളാരും. നമ്മളെ സഹായിക്കാൻ ആരും വരില്ല. സെലിബ്രിറ്റികളൊന്നുമല്ല നമുക്ക് ആരെ തരാനുള്ളത് ആരുമില്ല. ഇപ്പൊ നമ്മളൊരു ക്യാൻസർ പേഷ്യന്റ് ആണെന്ന് വിചാരിക്കുക, നമ്മളൊരു വീഡിയോ ഇടുകയാണ്, ആരെങ്കിലും സഹായിക്കണം എന്ന് പറഞ്ഞാൽ ആളുകൾ സ്കിപ്പ് ചെയ്ത് പോകും. നേരെ തിരിച്ച് രേണുവിനെ പോലെ ആളുകൾ നമുക്ക് സ്കിപ്പ് ചെയ്യില്ല. അത് കാണും, കൗതുകത്തോടു കൂടി കണ്ട് 10 രൂപയെങ്കിൽ 10 രൂപ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നുള്ളതാണ്. ഇങ്ങനെയുള്ള അസുഖങ്ങളെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ച ആളുകൾ അല്ലെങ്കിൽ അത് അഭിമുഖീകരിച്ച ആളുകൾ പറയുന്നതാണ് നമ്മൾ കേൾക്കേണ്ടത്. അതിലെ രേണു കാണിക്കുന്ന കോപ്രായത്തരങ്ങളൊന്നും കേട്ടോണ്ടിരിക്കരുത്. ആദ്യത്തെ കീമോ കഴിഞ്ഞ ഒരു 14 ദിവസം ആകുമ്പോഴത്തേക്ക് മാത്രമേ മുടി കുഴിയത്തുള്ളൂ. അത് ഈ രേണു കാണിച്ച പോലെ തന്നെ നമ്മളിങ്ങനെ തൊടുമ്പോഴും ചെയ്യുമ്പോഴും നമ്മുടെ മുടി കിളിച്ചു വരുന്ന തലയൊട്ടീനെ ഇങ്ങനെ പറഞ്ഞിങ്ങി പോരും. നമ്മൾ തൊടുമ്പോഴും പിന്നെ മുടി ചെയ്യുമ്പോഴും ഒക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങി വരും. അപ്പൊ എനിക്കിങ്ങനെ ഫസ്റ്റ് കീമോ കഴിഞ്ഞ് ഒരു 3-4 ദിവസമായപ്പോഴത്തേക്കും തലയിലൊന്നും തൊടാൻ പറ്റില്ല. വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനയാണ്. അത് മുടി കൊഴിയാൻ വേണ്ടിയിട്ടുള്ള വേദനയാണ്. നല്ല വേദന എന്ന് പറഞ്ഞാൽ തലയിൽ എന്തോ മുറിവ് വന്ന് പഴുത്തിരിക്കുന്ന പോലെയാണ്. നമുക്ക് സഹിക്കാൻ പറ്റില്ല, കിടക്കാനൊന്നും പറ്റത്തില്ല. വേദന കാരണം നമുക്കൊന്ന് നേരെ സംസാരിക്കാൻ പോലും എന്റെ അവസ്ഥ കണ്ടിട്ട് എന്റെ വീട്ടിൽ എനിക്ക് സുഖമില്ലാതായപ്പോ എന്റെ അമ്മച്ചി എന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്റെ അമ്മച്ചിയൊക്കെ എന്റെ അവസ്ഥ കണ്ട് വീട്ടിൽ നിന്ന് പോകാൻ വരപ്പെട്ടു. കാരണം അവർക്ക് വയ്യ, അങ്ങനെ കാണാൻ വേണ്ടി വയ്യായിരുന്നു, കണ്ടുകൊണ്ടിരിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് അവര് ഒരു കിടപ്പാണ്. ഒരാഴ്ച നമ്മൾ അനങ്ങൂല. ഇങ്ങനെ ബെഡിൽ തന്നെ ഇങ്ങനെ ചുരുണ്ടങ്ങ് കിടക്കും. നമുക്ക് എഴുന്നേക്കാനോ പച്ച വെള്ളം പോലും കുടിക്കാൻ നമുക്ക് തോന്നത്തുമില്ല. ഒരു രക്ഷയില്ല. നമുക്ക് ആ ഒരു വേദന ആരടുത്തും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമുക്ക് ആ ഫസ്റ്റ് കീമോ കഴിയുമ്പോൾ തന്നെ പിന്നെ നമുക്ക് ഒരാളെ സഹായം ഇല്ലാതെ നമുക്ക് ഒരു 10 ചുവട് നടക്കാൻ പറ്റില്ല. ഒരു 2 ചുവടൊക്കെ നമുക്ക് ആരും സഹായം ഇല്ലാതെ നടക്കാം. അത് കഴിയുമ്പോൾ നമ്മൾ ആരെങ്കിലും ഒന്ന് പിടിക്കണം. അതല്ലെങ്കിൽ നമുക്ക് ശ്വാസം മുട്ട് വരും. അത്ര ബുദ്ധിമുട്ടാണ് കീമോ ചെയ്യുന്നവര്. ഈ രേഷ്മ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നമ്മളെ പോലെയുള്ള ഓരോരുത്തരും അനുഭവിക്കുന്നത്
കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ വിചാരിക്കും നമ്മളൊക്കെ കാണിക്കുന്നത് വെറുതെ ചുമ്മാ അഭിനയിക്കുന്നതാണെന്ന് വിചാരിക്കും ഈ ബുദ്ധിമുട്ടുകളൊക്കെ. അല്ല, രേഷ്മ എല്ലാവരെയും ഈ ക്യാൻസർ രോഗികളെ അപമാനിക്കുന്നതാണ്. എനിക്ക് നന്നായിട്ട് അറിയാം. രേഷ്മ രേഷ്മയ്ക്ക് ഈ അസുഖം ഉണ്ട്, ഈ കീമോ ചെയ്തിട്ട് അതിന്റെ ബുദ്ധിമുട്ടൊന്നും രേഷ്മയുടെ ഇല്ല. തലയിലൊന്നും തൊടാൻ പറ്റത്തില്ല, നമുക്ക് തലമുടി വലിച്ച് പറിക്കാൻ പറ്റത്തില്ല, അതിന് മുടി ചെയ്യാൻ പറ്റൂല, മുടി തലയിൽ തൊടാനേ പറ്റത്തില്ല. നമ്മൾ അടുത്ത് ആരെങ്കിലും വരുമ്പോൾ തന്നെ എന്റെ മക്കള് എന്റെ അടുത്ത് ഓടി വരുമ്പോൾ തന്നെ ഞാൻ അവരെ ഓടിക്കും, മാറി തൊടരുത്, എനിക്ക് ശരീരത്തിൽ തൊടാൻ പറ്റുന്നില്ല, എനിക്ക് അത്ര വേദനയാണെന്ന് പറഞ്ഞിട്ട്. രേഷ്മയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല. പിന്നെ പുറത്ത് പോകരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറയും. ആരെടുത്തും വിസിറ്റേഴ്സിനെ അനുവദിക്കരുത്, ആരും റൂമിലോട്ട് കയറരുത്. നമുക്ക് എല്ലാം നമുക്ക് സ്വന്തമായിട്ട് സോപ്പ്, ചീപ്പ്, പിന്നെ ടവല്, ബെഡ്ഷീറ്റ്, തലേണ, എല്ലാം നമുക്ക് മാത്രമായിട്ട് സെപ്പറേറ്റ് വേണം. പിന്നെ റൂമിൽ ആരും കയറാൻ പാടില്ല. പിന്നെ ഒന്നിന്റെയും സ്മെല്ല് നമുക്ക് കേൾക്കാൻ പാടില്ല നമുക്ക് പറ്റില്ല. സ്മെല്ലൊക്കെ കേൾക്കുമ്പോൾ ഛർദ്ദിക്കും. ഛർദ്ദിലെന്ന് പറഞ്ഞാൽ ഛർദ്ദിൽ കാരണം ഛർദ്ദിൽ മാത്രമല്ല, ഛർദ്ദിക്ക് മാത്രമല്ല ചെയ്യുന്ന, നമുക്ക് ഇങ്ങനെ എപ്പോഴും വൊമിറ്റിംഗ് ടെൻഡൻസി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരു കാരണവശാലും ഒരു ഫുഡിന്റെയോ അല്ലെങ്കിൽ ഒന്നിന്റെയും സ്മെല്ല് നമുക്ക് പിടിക്കത്തില്ല. അതായത് ഈ സ്ത്രീകളുടെ പ്രഗ്നൻസി ടൈമിലൊക്കെ എങ്ങനെയാണോ ആ ഒരു അതിന്റെയൊക്കെ ഡബിൾ ആണ്. പ്രഗ്നൻസി ടൈമിലൊക്കെ എന്തെങ്കിലും ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ വോമിറ്റ് ചെയ്ത് പോകും, പിന്നെ ചില ഫുഡ് കാണുമ്പോൾ നമുക്ക് ഛർദ്ദിക്കാൻ തോന്നും, അങ്ങനെയൊക്കെ ഉള്ളൂ. ഇത് അങ്ങനെയല്ല, എപ്പോഴും നമുക്ക് ഈ ഛർദ്ദിക്കാനുള്ള തോന്നൽ മാത്രമേ ഉണ്ടാവും. അങ്ങനെ കുറെ പിന്നെ വിരലുകളുടെ നമ്മുടെ ഈ ശരീരത്തിന്റെ ജോയിന്റുകൾ, വിരല് എന്ന് പറയണ്ട, നഖം, തലമുടിയുടെ ഓരോ നാരും, ഓരോ മുടിയുടെയും പിന്നെ അതായത് ഈ മുടി കിളിച്ച് വരുന്ന അവിടെ മുടിയുടെ ഓരോ സുഷിരങ്ങളും വേദന കൊണ്ട് നമ്മൾ വിളിച്ചു പോകും. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ മുടി പോകാൻ പോകുമ്പോൾ ഉള്ള ഈ വേദനയാണ്. ഈ മുടി പോയി തീരുമ്പോൾ നമുക്ക് ആ വേദന അങ്ങ് മാറും. പിന്നെ വീണ്ടും കീമോ ചെയ്ത് 2 ദിവസം കഴിയുമ്പോൾ പിന്നെയും തുടങ്ങും വേദന. അങ്ങനെയാണ്. ഈ പുരികം കൊഴിഞ്ഞു തുടങ്ങുമ്പോഴും നല്ല വേദനയാണ്. പിന്നെ കൺപീലി കൊഴിയാൻ തുടങ്ങുമ്പോഴും കണ്ണ് നീറ്റലും വേദനയും. കണ്ണ് നമുക്കൊന്ന് അടയ്ക്കാൻ പോലും പറ്റത്തില്ല, അടച്ചാൽ തുറക്കാൻ പറ്റില്ല, അത്രയ്ക്കാണ് കൺപീലി പോകാൻ സമയമുള്ള ഒരു ബുദ്ധിമുട്ട്. പിന്നെ പുരികം പോകാൻ സമയത്ത് പുരികം ഭയങ്കര വേദനയാണ്. ഞാൻ ഈ പിന്നെ കഫത്തിന്റെ ആയിരിക്കും ഈ വേദന എന്ന് പറഞ്ഞ് ഡോക്ടറെ കാണാൻ പോലും പോയി. അപ്പൊ ഡോക്ടർ പറഞ്ഞ അല്ല, ഇത് ഈ പുരികത്തിന്റെ രോമം കൊഴിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വേദന എടുക്കുന്നത്, മുടി കൊഴിയാൻ സമയത്ത് അങ്ങനെ വേദന വന്നില്ല, അങ്ങനെ ഉണ്ടായിരുന്നു ഡോക്ടർ. അത്രയ്ക്കാണ് നമ്മുടെ ബുദ്ധിമുട്ട്. രേണു എന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? തലമുടി പറച്ചങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്. പിക്കിലൈന് എന്താ വേദന, പിടിച്ച് ആട്ടിക്കളിക്കുകയാണ്. ഈ നുണകളൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല. പിന്നെ എന്ത് മരുന്നാണ് കൊടുത്തതെന്ന് ദയവ് ചെയ്ത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് ഒന്ന് പുറം ലോകത്തേക്ക് അറിയിക്കണം കേട്ടോ. ഒരുപാട് ആളുകൾ ആ വേദന സഹിച്ചിട്ട് എങ്ങനെയൊക്കെയോ റിക്കവർ ചെയ്ത് വന്ന ആളുകളുണ്ട്. സത്യത്തിൽ നിങ്ങൾ അവരെയൊക്കെ വിഡ്ഢികളാക്കുകയായിരുന്നോ? വലിയൊരു ചോദ്യമാണ് അത് കേട്ടോ. ഇവർ ചോദിച്ച ചോദ്യം കേട്ടില്ല, എന്ത് മരുന്നാണ് അവർക്ക് കൊടുത്തെന്നുള്ളത്. ആദ്യം വിധവകൾക്ക് മാതൃകയായിട്ട് രേണുസുതി വന്നു, ഇപ്പൊ ക്യാൻസർ രോഗികൾക്കാണ് മാതൃകയാവാൻ പോകുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ കമ എന്നൊരു അക്ഷരം മിണ്ടരുത് കേട്ടോ. മുഴുവൻ കേൾക്കണം നിങ്ങൾ എന്തായാലും. കണ്ടപ്പോൾ കീമോ ചെയ്തതിന്റെ ഭാഗമായിട്ട് എനിക്ക് സംഭവിച്ചതാണ് ഇതൊക്കെ. അപ്പൊ ഇങ്ങനെ ഓരോ പേഷ്യന്റും പല തരത്തിൽ അനുഭവിക്കുന്നവരാണ്. രേഷ്മ തങ്കച്ചന് മാത്രം അത്രയും ആക്റ്റീവ്, ഇത്രയും എനർജി ആയിട്ട് നിൽക്കുന്നു. എനിക്ക് ആദ്യം 4 കീമോ കയ്യിലാണ് ചെയ്തത്. അപ്പൊ കൈ ഇതുപോലെ ആയി, പിന്നെ കയ്യിൽ ചെയ്യാൻ പറ്റാതായി, വെയിൻ കിട്ടാതായി, പിന്നെ 4 കീമോ 2 കാലുമായിട്ട് മാറി ചെയ്തു. ലാസ്റ്റത്തെ കീമോയിൽ സംഭവിച്ചതാണ് ഈ ഇത്. അതായത് കീമോയുടെ മരുന്ന് വെയിൻ കിട്ടാതായപ്പോ കീമോയുടെ മരുന്ന് ലീക്കായി അവിടെ ആ സ്കിന്നിൽ അത്രയും അതൊക്കെ സ്കിന്നിൽ വീണു, അത് പഴുത്തു. അത് പിന്നെ സർജനെ കാണിച്ചു, അത് പഴുപ്പൊക്കെ എടുത്ത് കളഞ്ഞു. എന്തുമാത്രം അനുഭവിച്ചെന്നോ. ഇങ്ങനെ ഓരോരുത്തരും പല രീതിക്ക് ഈ കീമോ ചെയ്ത് അനുഭവിക്കുന്നുണ്ട്. അവരെയൊക്കെ ഒന്നും അല്ലാത്ത രീതിക്കാണ് ഈ രേഷ്മ സമൂഹത്തിന് മുന്നിൽ, പബ്ലിക്കിന്റെ മുന്നിൽ ഇട്ടുകൊടുക്കുന്നത്. ഒന്നും ഇല്ല, ഇതൊക്കെ വെറും നിസ്സാരം. രേഷ്മയ്ക്ക് പല രീതിക്ക് പൈസ കിട്ടുന്നുണ്ട്, പക്ഷെ ഇതൊന്നും ഇല്ലാതെ എത്രയോ പേര് അനുഭവിക്കുന്നുണ്ട്. ഒരു രൂപയ്ക്ക് നിവൃത്തിയില്ലാതെ വർഷങ്ങളായിട്ട് പിന്നെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇറങ്ങിക്കയറുന്ന എത്രയോ പേരായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഞാൻ എല്ലാവരുമായിട്ടും സംസാരിക്കും. ഓരോരുത്തരുടെ അനുഭവങ്ങൾ, ഓരോരുത്തർക്കും എങ്ങനെയാണ് ഈ കീമോയുടെ സൈഡ് എഫക്ട് വന്നതെന്ന് എല്ലാം ഞാൻ ചോദിക്കും. ആരെടുത്ത് ഞാൻ സംസാരിക്കാതിരിക്കില്ല. കാരണം എനിക്ക് ഈ പ്രായത്തിൽ ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു. 2 പെൺകുട്ടികളാണ്, 2 കൊച്ചുമക്കളാണ്. മൂത്താൾക്ക് 12 വയസ്സ്, ഇളയാൾക്ക് 9 വയസ്സായതേ ഉള്ളൂ. അപ്പൊ എനിക്ക് അത് ഭയങ്കര വല്ലാത്തൊരു പേടിയായിരുന്നു. ഞാൻ ഇനി മരിച്ചു പോകും. നമ്മുടെ മനസ്സിൽ നമുക്ക് ഈ അസുഖം എന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ മനസ്സിലുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോൾ വേണമെങ്കിലും, എനിക്ക് എപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും എന്ത് സംഭവിക്കാം എന്നുള്ളൊരു മൈൻഡാണ് നമുക്ക് എപ്പോഴും ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ആരോടും ഒരു വൈരാഗ്യം വെച്ച് പുലർത്താനോ അല്ലെങ്കിൽ ആരോടെങ്കിലും വെല്ലുവിളിക്കാനോ പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് കളിക്കാനോ എന്റെ ഇൻസ്റ്റ അക്കൗണ്ട് ഒന്ന് കയറി നോക്കി കഴിഞ്ഞാൽ ഒരു വീഡിയോ പോലും എനിക്ക് അസുഖമാണെന്നുള്ള രീതിക്ക് ഞാൻ ഒറ്റ വീഡിയോ പോലും ഇട്ടിട്ടില്ല. നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ സിമ്പതി പിടിച്ച് പറ്റുന്നത്? എന്തിനാണ് ഞാനിപ്പം പ്രോജക്റ്റിൽ പറഞ്ഞത് തന്നെ, ഞാൻ ഷെഫീനത്ത് ഞാൻ പറഞ്ഞത് എന്നെ പോലെ ഒരുപാട് എത്രയോ ഓങ്കോളജിയിലൊക്കെ പോയി നോക്കണം. പഠിച്ചനെ ഒരു ദിവസം വരുന്ന രോഗികൾ കീമോ ചെയ്യാൻ വാതില് ക്യൂ ആണ്, ക്യൂ ഓരോ ബെഡിന്റെയും അടുത്ത്. കാരണം ഒരാൾ കീമോ കഴിഞ്ഞ് എഴുന്നേറ്റാണ് അടുത്ത ആൾക്ക് ആ ബെഡിൽ കിടക്കാൻ പറ്റും. അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ RCC-യിലായാലും മെഡിക്കൽ ഓങ്കോളജിയിലായാലും. എന്റെ ട്രീറ്റ്മെന്റ് മെഡിക്കൽ കോളേജ് ഓങ്കോളജിയിലാണ്. RCC-യിലോട്ട് എന്നെ വിട്ടില്ല, RCC-യിലോട്ട് റെഫർ ചെയ്തില്ല. ഞാൻ അപ്പൊ ഈ അസുഖം പറഞ്ഞപ്പോൾ RCC-യിലോട്ട് റെഫർ തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു വേണ്ട, നമുക്ക് ഇവിടെ എല്ലാം ചെയ്യാൻ. ഇവിടെ പ്രശ്നമില്ല, അത്ര സീരിയസ് അല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ എല്ലാം ചെയ്യാൻ.
അപ്പൊ ഇതുപോലെ എന്തൊക്കെ അനുഭവിക്കുന്നവരുണ്ടെന്ന് അറിയാമോ? ഈ കീമോയുടെ ഭാഗമായിട്ട് എന്തെല്ലാം അനുഭവിക്കുന്നവരുണ്ട്, ഏതെല്ലാം തരത്തിൽ വേദന അനുഭവിക്കുന്നവരുണ്ട്. കീമോയുടെ സൈഡ് എഫക്റ്റ് ഒന്ന്, പിന്നെ അല്ലാതെ വരുന്ന മുറിവുകൾ, ഇതിന്റെ ഒക്കെ പേരിൽ കുറെ അനുഭവിക്കുന്നവരൊക്കെ ഉണ്ട്. അവരൊക്കെ വെറും നിസ്സാരമായിട്ട് ആണ് ഈ രേണു ചിത്രീകരിക്കുന്നത്. ചെറിയൊരു ചുമ ഉണ്ട്, അത് അടക്കി പിടിച്ചിട്ടാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, വേൾഡ് കപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ടേ ആകെ തണുപ്പ് കയറി ഇതായിരുന്നുള്ളതാണ്. ഈ അസുഖത്തിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെയോ മുക്തി നേടി മുന്നോട്ട് പോകുന്ന ആളുകൾ പറയുന്ന ശബ്ദ സന്ദേശങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത്. രേണു എനിക്ക് യാതൊരു കുഴപ്പമില്ല, രേണു അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നു, രേണുവിന് സമ്പത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, സഹായിക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഈ പേക്കൂത്തും ഈ ഒരു പ്രഹസനങ്ങൾ അവസാനിപ്പിച്ചാൽ തന്നെ രേണുവിന് സ്നേഹം കിട്ടും, ആളുകൾ സ്നേഹിക്കും. പക്ഷെ ഉടനെ തന്നെ ചെക്കനെ വലിച്ചു കീറാൻ ഓരോ ഊളത്തരങ്ങൾ പറഞ്ഞുകൊണ്ടാന്നുള്ളതാണ്. അല്ലെങ്കിൽ രേണുവിനൊക്കെ എത്ര ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഒരാളും മിണ്ടാതിരുന്നില്ല കുറെ കാലങ്ങളായിട്ട്. യൂട്യൂബർമാരെന്തെങ്കിലും മിണ്ടിയോ? ഇല്ല. ആകെ എന്തെങ്കിലും ഊളത്തരങ്ങൾ കാണിക്കുമ്പോൾ ഞാനും പിന്നെ കുറച്ച് ഒന്നോ രണ്ടോ ആളുകൾ മാത്രമേ ഇത് ഷെയർ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള ആളുകൾ ഷെയർ ചെയ്തിട്ട് പോലും ഇല്ല എന്നുള്ളതാണ്. എനിക്ക് എന്റെ മനസാക്ഷിയെ നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സത്യസന്ധമായി കാര്യങ്ങൾ വിളിച്ച് പറയുക തന്നെ വേണം. അതുകൊണ്ടാണ് രേണു അങ്ങനെ കിടക്കുകയാണെന്ന് കരുതിക്കൊണ്ട് ഊളത്തരം പറയുമ്പോൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അസുഖം വന്നാലെങ്കിലും നന്നായിക്കൂടെ? ഈ കാലൊക്കെ എങ്ങനെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കീമോയുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് കറക്കുന്നതല്ല, നമ്മുടെ ശരീരമൊക്കെ കറക്കും. നമ്മുടെ ശരീരമൊക്കെ കറുത്ത്, മുഖമൊക്കെ കറുത്ത്, പിന്നെ ഈ രേഷ്മ ഐലൈനർ വരച്ചേക്കുന്നു, കണ്ണില് പിന്നെ മസ്കാര ഇട്ടേക്കുന്നു, ലിപ്സ്റ്റിക് ഇട്ടേക്കുന്നു, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഇടരുത് എന്നാണ്, ഒരു കെമിക്കലും നമ്മുടെ ശരീരത്ത് ഈ കീമോ കഴിയുന്നത് വരെ ഇടരുത് എന്നാണ് പറഞ്ഞത്. കാരണം നമുക്ക് കീമോ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന്, നമ്മുടെ ബോഡിയൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആവും. അതുകൊണ്ട് നമുക്ക് ഇതൊന്നും ഉപയോഗിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ലിപ്സ്റ്റിക് ഇതൊന്നും നമ്മൾ ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവര് ഒരു വിഗ് വെച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വിഗ് ഒഴിവാക്കിയിട്ട് ഒരു വീഡിയോ ചെയ്താലും ഒരു കുഴപ്പമില്ല. പക്ഷെ അവരാണ് ഇപ്പോഴും ആ ബ്യൂട്ടി കോൺഷ്യസ് അത് മനസ്സിൽ നിന്ന് മാറ്റുന്നില്ല എന്നുള്ളതാണ്. ഇമാതിരി മരുന്നുകളും മറ്റുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് ഈ മുഖത്ത് ഇതൊക്കെ വാരിപ്പൊത്തുമ്പോൾ എനിക്കും തോന്നിയ ഡൗട്ടാണ്, ഇതൊക്കെ ശരീരത്തിന് കേടല്ലെന്ന്. നിലവിൽ ഇത് ഒരു അസുഖമില്ലാത്ത ആളുകൾക്ക് തന്നെ കേടാണ്. ഇപ്പോഴത്തെ ലിപ്സ്റ്റിക്കിലൊക്കെ ക്യാൻസർ ഉണ്ടാക്കാനുള്ള കണ്ടന്റുകളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്, മെർക്കൂറിയുടെ അംശം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നിരന്തരം നമ്മൾ വീഡിയോ കാണുന്നതാണെന്നുള്ളതാണ്. 2015 ശേഷം ഒരുപാട് പെൺകുട്ടികൾ ഈ കോസ്മെറ്റിക് ഐറ്റംസിന്റെ ഭയങ്കരമായിട്ട് അഡിഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് അസുഖങ്ങളും അതോടുകൂടി ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളാണെങ്കിൽ നമ്മള് ആരോടെങ്കിലും എന്തെങ്കിലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും വാക്കാൽ വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഈ അസുഖം എന്നറിയുമ്പോൾ നമ്മൾ അവരൊക്കെ വിളിച്ച് നമ്മൾ ക്ഷമ ചോദിക്കും. എന്നിട്ട് പിണങ്ങിയിരിക്കുന്ന ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ ആരുമായിട്ടെങ്കിലും നമുക്ക് പിണക്കമുണ്ടെങ്കിൽ അവരെ വിളിച്ച് നമ്മൾ ക്ഷമ ചോദിച്ച് നമ്മൾ ആ പിണക്കമൊക്കെ മാറ്റി. എന്താണ് കാരണം, നമുക്ക് ഇപ്പോഴാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല. ഒരു പക്ഷേ നമുക്ക് പിണങ്ങിയിരിക്കുന്നവരോട് ഒപ്പം ഒന്ന് ക്ഷമ ചോദിക്കാൻ പോലും പറ്റുന്നതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ഉള്ള ഒരു ചിന്തയുടെ പുറത്ത് നമ്മൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ദൈവത്തോട് അടുത്ത്, എത്ര ഇനി ദൈവവിശ്വാസി അല്ലെങ്കിൽ പോലും നമ്മൾ ഈ അസുഖം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ദൈവത്തിനോട് അടുത്ത് എപ്പോഴും നമ്മൾ നമ്മളെ മതത്തിന്റെ വിശ്വാസത്തിൽ നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ കുശുമ്പ്, അസൂയ അതൊന്നും കാണൂല. നമുക്ക് ഒരിടത്തും പോകാൻ തോന്നില്ല. എന്റെ അമ്മച്ചിയുടെ സഹോദരൻ, എനിക്ക് കീമോ 5ാമത്തെ കീമോ കഴിഞ്ഞപ്പോഴത്തേക്കാണ് എന്റെ അമ്മച്ചിയുടെ ഒരു സഹോദരൻ മരിച്ചത്. എന്നിട്ട് പോലും എനിക്കൊന്ന് പോയി കാണാൻ പറ്റില്ല. കാരണം ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഒരു സ്ഥലത്തും പോകാൻ പാടില്ല, നമ്മുടെ വീട് ഹോസ്പിറ്റൽ, അല്ലാതെ പുറത്ത് ഒരു കാര്യങ്ങൾക്കും, ഒരു ഫംഗ്ഷനോ ഒരു കടയിലോ അങ്ങനെ ഒന്നും കയറാനോ പോകാനോ പാടില്ല. ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വീട്ടില് ചെന്നിട്ട് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ട് എങ്കിൽ, ഛർദിലും അധികമായിട്ടോ അല്ലെങ്കിൽ ലൂസ് മോഷനോ അതല്ലാന്നുണ്ടെങ്കിൽ അമിതമായ ക്ഷീണമോ, അങ്ങനെ അതായത് എഴുന്നേക്കാൻ പറ്റാത്ത ക്ഷീണമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകിൽ അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകണം, അല്ലെങ്കിൽ നേരെ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഹോസ്പിറ്റലിൽ ചെല്ലണം എന്നാണ് പറയുന്നത്. ഇതിപ്പം പിന്നെ രേഷ്മ ബിഗ് വെച്ചു, അതൊക്കെ അവിടെ പോയാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് മുടിയിൽ എന്തൊക്കെയോ ചെയ്തു. ഒരു കെമിക്കലും നമ്മുടെ ശരീരത്തിൽ പാടില്ല. ഒരു ക്രീം പോലും ഈ ട്രീറ്റ്മെന്റ് കഴിയുന്നത്, അതായത് കീമോ നടക്കുന്ന സമയത്ത് ഒരു ക്രീമോ പിന്നെ ഒന്നും നമുക്ക് ശരീരത്തിൽ ഉപയോഗിച്ചുകൂടാ. പിന്നെ അങ്ങനെയൊക്കെയാണ് ഡോക്ടർ പറയുന്നത്. പുറത്തെങ്ങും പോകാൻ പാടില്ല, മാസ്ക് ധരിക്കണം, എപ്പോഴും മാസ്ക് വെച്ചുകൊണ്ട് വീട്ടിനകത്ത് പോലും മാസ്ക് വെക്കണം. പിന്നെ പൊടി അങ്ങനെ ഉള്ളതൊന്നും അടിക്കാൻ പാടില്ല. പിന്നെ രേഷ്മ ഹോട്ടൽ ഫുഡ്, ഇന്നൊരു വീഡിയോ ചെയ്തതിലും ഹോട്ടലിൽ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വീഡിയോ ചെയ്തേക്കുന്നത്. പിന്നെ ബിഗ് വെച്ചു, പിന്നെ സിനിമ കാണാൻ തിയേറ്ററിൽ വെച്ച് ആരൊക്കെയോ കണ്ടെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ആണ് രേഷ്മ നടക്കുന്നത്. ഇത് എന്താണ് എന്ന് എനിക്കറിയത്തില്ല. ഇതെന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇവർ ആരെയാണ് എന്നിട്ട് ബോധിപ്പിക്കുന്നത്? ഒരു സമയം പറയും തീരെ വയ്യ, ഭയങ്കര വേദനയാണ്, മറവിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിമിഷ നേരം കൊണ്ട് ഇവരുടെ സ്വഭാവ രീതി മാറുകയാണ്. ഇവർക്കിനി എന്താണെന്ന് അറിയില്ല, ഇവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. മറ്റുള്ളവരെ കൂടി എന്തിനാണ് ഒരു ഞാനാണെങ്കിൽ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റയിൽ ചെറിയ വീഡിയോസ് ഒക്കെ, അത് വേറൊന്നുമല്ല, ഈ പാട്ടുകൾ അങ്ങനെ വീഡിയോസ് ഒക്കെ റീൽ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് വേണമെങ്കിൽ ഇൻസ്റ്റയിൽ എന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥ വെച്ച് എനിക്ക് വീഡിയോ ചെയ്യാലോ, ഞാൻ ചെയ്യുന്നില്ല. എനിക്കത് പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കാനുള്ള ആഗ്രഹമില്ല. കാരണം ക്യാൻസർ, അത് നമ്മൾ പറയാൻ പോലും ആഗ്രഹിക്കാത്തൊരു വാക്കാണ് ക്യാൻസർ. ഇത് എപ്പോഴും എങ്ങനെയാണ്, ഞാൻ ആരുടെ പറഞ്ഞിട്ടില്ല. ഞാൻ എന്നെ അറിയാവുന്നവർ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച്, അതായത് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന വഴിയിലോ ബസ്സിലോ അങ്ങനെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോഴത്തേക്കും എന്ത് പറ്റി, മുന്നത്തെ പോലെ അല്ലല്ലോ, ആകെ ക്ഷീണിച്ച് വല്ലാത്തൊരവസ്ഥയാണല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയാവോ, ഇടയ്ക്ക് സുഖമില്ലാതായി, എന്ത് പറ്റിയെന്ന് പറയുമ്പോൾ ഞാൻ ഒന്നും കീമോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് പറയുമ്പോഴേ അവർക്ക് മനസ്സിലാവും. അല്ലാതെ നമുക്ക് എനിക്ക് ക്യാൻസർ ആണെന്ന് നമുക്ക് പറയാൻ തോന്നത്തില്ലേ.
നമുക്കെന്നല്ല വേറെ ഒരാൾക്കും ആ ഒരു അസുഖമാണെന്ന് പറയാൻ നമ്മുടെ നാവ് ചലിക്കൂല. അതാണ് ആ ഒരു അത് അനുഭവിച്ചവർക്കാ ഈ ക്യാൻസർ രോഗം വന്ന് നമ്മൾ അത് അനുഭവിച്ചവർക്കെ അതറിയാവും ആ അസുഖം എന്തോരം കഠിനമായ ഒരു അസുഖമാണെന്ന് അത് അനുഭവിച്ചവർക്കെ അറിയാം. അതുപോലെ ലേഖ അംബുജാക്ഷൻ നമ്മൾ കാണുന്നില്ല, അവരുടെയൊക്കെ വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കി പാവം അവർക്ക് 4th സ്റ്റേജാണ്, അവരെന്തോരം കിടന്ന് അനുഭവിക്കുന്നുണ്ട്, എന്തോരം അവരിതുപോലെയൊക്കെ പോക്കായങ്ങൾ കാട്ടണം. അവരുടെ വീഡിയോ കാണുമ്പോൾ സങ്കടം വരും. ആദ്യമൊക്കെ എനിക്ക് ഈ അസുഖമാണെന്ന് അറിയുന്നതിന് മുന്നേ ഞാൻ അവരുടെ വീഡിയോസ് ഫേസ്ബുക്കിൽ കാണുമായിരുന്നു. നിരന്തരമായിട്ട് നുണകൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രേണു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിനിടയിൽ എനിക്ക് വേറൊരാളും കുറച്ച് ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ട്. ഗൾഫിലെ UAE-യിലുള്ള ഈ ഗോൾഡ് സ്മഗ്ലിങ്, പിന്നെ വ്യഭിചാര സംഭവങ്ങൾ, ഇതിനെ കുറിച്ചിട്ട് കുറെ സാധനങ്ങൾ, കുറെ സെലിബ്രിറ്റീസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും മറ്റുള്ള വീഡിയോയിൽ പരിശോധിക്കുക എന്നുള്ളതാണ്. അപ്പൊ രേണു ഇത് കിട്ടിയ അവസരം ഉപയോഗിക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഇതുവഴി അത്യാവശ്യം സമ്പാദിക്കാനുള്ള പണിയിലാണ്, പണിയെടുക്കട്ടെ. പക്ഷെ കുറെ അമ്മച്ചിമാര് ഒന്നും അറിയാതെ രേണുവിന്റെ അടുത്ത് പോയി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. എന്റെ പൊന്നെ അമ്മച്ചിമാരെ, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ക്യാൻസർ പേഷ്യൻസിന്റെ വീഡിയോസ് കാണാറില്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും ആ വീഡിയോ ഒന്ന് കാണാനിരുന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു രൂപയെങ്കിലും നിങ്ങൾ അതിന് അയച്ചു കൊടുത്തിട്ടുണ്ടോ? രേണുവിനെ നിങ്ങൾ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ചോദിക്കുന്നത് കേട്ടോ. രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ടേ. ആ പാവങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലേ? ഈ ചേച്ചി പറഞ്ഞത് കേട്ടില്ലേ? അല്ലെങ്കിൽ ഈ പെങ്ങൾ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? അവരൊക്കെ ഈ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയ ആളാണ്. ഇപ്പോഴും വേദന സഹിക്കാൻ കഴിയുന്നില്ല. കീമോയുടെ ഭാഗമായിട്ട് ശരീരത്തിന് ഭയങ്കര തളർച്ചയുള്ള ആളാണ്. ആരോഗ്യമുള്ള ആളുകൾ പോലും അങ്ങനെ പറയുമ്പോൾ ഇത്ര 45 കിലോന് താഴെയുള്ള രേണു പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? രേണു 15 വർഷം മുമ്പ് കണ്ടെത്തിയ അസുഖമൊന്നല്ലേ ഇത്. ദുബായിൽ പോയിട്ട് എന്തോ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ ശ്രമിച്ചതാണ്. അതെന്താ ഞാൻ പറയുന്നില്ല. അത് കാണിച്ച് ഒരുപാട് ഒരു സോഷ്യൽ മീഡിയയിൽ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു സംഭവത്തിന് പോയപ്പോൾ സംഭവം കണ്ടെത്തി, അത്രേ ഉള്ളൂ. അത് ഫസ്റ്റ് സ്റ്റേജ് ആണ്, അല്ലാതെ 5-6 സ്റ്റേജ് ആണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ 5-6 സ്റ്റേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല. എന്റെ വല്യമ്മയും അമ്മമ്മയും ഒക്കെ മരണപ്പെട്ടു പോയത് ക്യാൻസർ ഒക്കെ ബാധിച്ചുകൊണ്ടാണെന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ രേണുവിനെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, നല്ല സാമ്പത്തികമായി സഹായിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കോട്ടയം മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ഇങ്ങനെ ക്യാൻസർ വാർഡുകളിലേക്ക് ഒന്ന് പോയി വന്നാൽ അവരുടെ ദുഃഖങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.